എല്ലാവർക്കും PSC ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റിയുള്ള ഒരു ചാപ്റ്ററാണിത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നത് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സമിതിയാണ് ഇത്. ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ ഇത് രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ്റെ സഹായത്തോടെയാണ്. 1946 ഡിസംബർ 6 ഇത് രൂപീകരിച്ചത്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചത് 1946 ഡിസംബർ 6. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ. ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് രൂപീകരിച്ചത് 1946 ഡിസംബർ 6. ഇതെവിടെയാണ്? ഇതിൻ്റെ സമ്മേളനം, ഫസ്റ്റ് സമ്മേളനം രൂപീകരിച്ചത് ഡിസംബർ 6 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9 ആദ്യമായിട്ട് സമ്മേളിച്ചത്. ഈ ആദ്യ സമ്മേളനം നടന്നത് സെൻട്രൽ ഹാളിൽ വെച്ചാണ് നടന്നത്. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. ഇത് ഡിസംബർ 23 ഈ ആദ്യ സമ്മേളനം അവസാനിച്ചു. അപ്പോൾ ഡിസംബർ 9 ആരംഭിച്ചു, ഡിസംബർ 23 എന്ത് ചെയ്തു? ഈ സമ്മേളനം അവസാനിച്ചു. ഇനി ഇതിനകത്തെ അംഗങ്ങളാണ് മൊത്തം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി തുടങ്ങുന്ന സമയത്തെ അംഗങ്ങളുടെ എണ്ണം 389. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് അങ്ങ് പിരിഞ്ഞു പോയി. ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അംഗസംഖ്യ ചോദിക്കുകയാണെങ്കിൽ 389. പിരിഞ്ഞു പോയതിന് ശേഷമുള്ള അംഗസംഖ്യ 299. ഓക്കെ, അപ്പം 90 പേര് മുസ്ലിം ലീഗിലുള്ള ആൾക്കാരങ്ങ് പോയി. ഇനി ബാക്കിയുള്ള 299 അംഗങ്ങളിൽ മലയാളികൾ 17 പേരായിരുന്നു. ഇനി ഈ 299 വനിതാ അംഗങ്ങളുടെ എണ്ണം 17. ഇതിനകത്ത് ഈ 17 മലയാളികളിൽ വനിതാ മലയാളികൾ 3 പേരാണ്. ഈ 3 പേര് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, പിന്നെ ആനി മസ്ക്രീൻ. ഓക്കെ, അപ്പം ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, പിന്നെ നമ്മുടെ അമ്മു സ്വാമിനാഥൻ എന്നിവരുൾപ്പെടുന്ന 3 മലയാളികൾ, 3 വനിതാ മലയാളികൾ, മൊത്തം 17 മലയാളികൾ, 17 വനിതകൾ, 299 അംഗങ്ങൾ. ഇത്രയും ആയിരുന്നു അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് അംഗങ്ങളുടെ വിവരങ്ങൾ. ഇനി ആദ്യ സമ്മേളനം നടന്നത് നമുക്കറിയാം 1946 ഡിസംബർ 9. ഈ ഡിസംബർ 9 ആകെ 207 പേരാണ് സമ്മേളിച്ചത്. ഈ 207 പേരിൽ 9 പേര് വനിതകളായിരുന്നു. ഓക്കെ, അപ്പം 207 പേരിൽ വനിതകൾ എത്ര പേരായിരുന്നു? 9 പേരായിരുന്നു. ഈ ഭരണഘടനാ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 11 സെഷനായിട്ട് 165 ദിവസം സമ്മേളിച്ചു. ഓക്കെ, എത്ര സെഷൻ ഉണ്ടായിരുന്നു? 11 സെഷൻ. എത്ര ഡേയ്സ്? 165 ദിവസം സമ്മേളിച്ചു. അതായത് മൊത്തം 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു നമ്മുടെ ഭരണഘടന, ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാനായിട്ട്. എത്ര? 2 വർഷം. അതായത് 1946 ഡിസംബർ 6 മുതൽ 1950 നവംബർ 26 വരെയുള്ള 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. മൊത്തം സമ്മേളിച്ച സെഷൻസിൻ്റെ എണ്ണം ചോദിക്കും. അത് 11. മൊത്തം സമ്മേളിച്ച ഡേയ്സ് 165 ദിവസമാണ്. ദെൻ നമ്മുടെ നേതാക്കളാണ്. അതായത് ഓരോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് സമ്മേളനത്തിൻ്റെ ഫസ്റ്റ് സമ്മേളനത്തിൻ്റെ നേതാക്കന്മാരും അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ഇതെന്തായാലും നമ്മുടെ ഭരണഘടനയ്ക്കകത്ത്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ കാര്യം ഒരു ക്വസ്റ്റ്യൻ കാണും.
ഓക്കെ, അപ്പം താൽക്കാലിക അധ്യക്ഷനാണ്. അതായത് നമുക്കറിയാം 1946 ഡിസംബർ 6-നാണ് നമ്മുടെ എന്ത് രൂപീകരിച്ചത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചത്. ഇതിൻ്റെ ഫസ്റ്റ് സമ്മേളനം പാർലമെൻറ്റിൽ വെച്ച് നടന്നു. അപ്പോൾ സമ്മേളനം നടക്കുന്ന സമയത്ത് ഡിസംബർ 9-ാം തീയതിയാണ് സമ്മേളനം നടന്നത്. എന്തായാലും ഒരു അധ്യക്ഷൻ കാണും. അപ്പോൾ ആദ്യമായിട്ട് സമ്മേളിക്കുമ്പം അവിടെ ഒരു താൽക്കാലിക അധ്യക്ഷനായിരിക്കും അല്ലേ. അപ്പം താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിദാനന്ദ സിൻഹ. അപ്പം ടെമ്പററി പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ അത് സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി സച്ചിദാനന്ദ സിൻഹ എന്ത് ചെയ്തു, താൽക്കാലിക അധ്യക്ഷത വഹിച്ചിട്ട് അവരൊരു പുതിയൊരു സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. അതാണ് ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരം അധ്യക്ഷൻ. അടുത്തത് ഉപാധ്യക്ഷൻ. ഓക്കെ, ഉപാധ്യക്ഷൻ HC മുഖർജി ആയിരുന്നു. ഓക്കെ, അപ്പം പിന്നെ ചെയർമാൻ, ടെമ്പററി ചെയർമാൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം പ്രസിഡന്റ് ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ്. ഇനി പിന്നെ എന്താണ്, ഉപാധ്യക്ഷൻ HC മുഖർജി. ഇനി അവിടെ ഒരു നിയമ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, അത് BN റാവു. ഇതിന് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അപ്പം തിരിഞ്ഞു പോകരുത്. താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷൻ HC മുഖർജി, നിയമോപദേശകൻ BN റാവു, ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ഈ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇത് 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. ഇതിനെ പിന്നീട് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലക്ഷ്യപ്രമേയം, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് എങ്ങനത്തെ ഒരു ഭരണഘടന വേണം, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുണ്ട്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഭരണഘടന ഉണ്ടായ സമയത്ത് പ്രീആമ്പിൾ അഥവാ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കപ്പെട്ടത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചത്, ആമുഖം അഥവാ പ്രിയാമ്പിളായി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. അപ്പം നമ്മൾ മറന്നുകൂടാത്ത കുറേ ഡേറ്റ്സ് ആണ്. 1947 ജനുവരി 22-നാണ് ഇത് അംഗീകരിച്ചത്. ഓക്കെ, അപ്പം 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ആണ് ഇത് അവതരിപ്പിച്ചത്. ഏത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇതിനെ പ്രിയാമ്പിളാക്കി കൺസിഡർ ചെയ്തത് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു നിയമനിർമ്മാണ സഭയായി മാറി. ആ സമയത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു സ്പീക്കർ വേണമായിരുന്നു. അതായത് മൊത്തത്തിലൊരു കൺട്രോളിങ്ങിനായിട്ട് അത് GV മാവലങ്കാറും ആ സ്ഥാനം ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് GV മാവലങ്കാർ, അധ്യക്ഷൻ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി നിയമനിർമ്മാണ സഭയുടെ കീഴിൽ മൊത്തം 13 കമ്മിറ്റികളാണ് രൂപീകൃതമായത്. ഈ കമ്മിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ചാപ്റ്ററിൽ പറയാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിത്രയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ്. ഇനി ഇതിന്ന് കറങ്ങിയും തിരിഞ്ഞും ഒക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.